ഹലോ, ഐ ആം സീനുഷാൻ. വെൽക്കം ടു ദി വീഡിയോ. ഇന്ന് നമ്മൾ ക്യാൻവാസിലെ വീനൊക്കെ ഒന്ന് വരച്ച് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ പശയുള്ള ഭാഗത്തല്ല, ഇല്ലാത്ത ഭാഗത്ത് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. പശയുള്ള ഭാഗം അയൺ ചെയ്യുന്നതാണ് കേട്ടോ. കഴുത്തിൻ്റെ വീതി എടുത്ത് പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം താഴെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിൻ്റെ മീതെ കഴുത്തിൻ്റെ ലെങ്ത് എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്താം. എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കാം. താഴെയും സീം അലവൻസ് ആണ് 1 ഇഞ്ച്, മേലെ 1/2 ഇഞ്ച് കേട്ടോ. ഇനി കഴുത്തിൻ്റെ വീതി എത്രയാണോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്താം കേട്ടോ. എന്നിട്ട് സ്ക്വയർ പോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ വീനക്ക് വരച്ച് കൊടുക്കാൻ പോകുന്നത്. കറക്റ്റ് വീനക്കിൻ്റെ പകുതി, നമ്മൾ സാധാ കഴുത്ത് എത്രയാണോ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എടുത്ത് ഇങ്ങനെ വി പോലെ നമുക്കൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പും കൂടി ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ വി പോലെ തന്നെ നമ്മൾ വരച്ചതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്യാനായിട്ട് ഒരു ക്ലോത്ത് എക്സ്ട്രാ വേറെ എടുക്കണം കേട്ടോ. ഈ വി നെക്ക് പോലെ തന്നെ ഇത്തിരി കൂടി ലെങ്ത് ഉള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ ഇടണം മടക്കി തയ്ക്കാനായിട്ട്. എപ്പോഴും ക്യാൻവാസ് അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോട്ടൺ തുണിയുമ്മലാണ് കേട്ടോ ഏറ്റവും നല്ലത്. കറക്റ്റായിട്ട് നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. അതുമാത്രമല്ല പെട്ടെന്ന് ഉരുകി പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും കോട്ടൺ ക്ലോത്തുകൾ അയൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. പശയുള്ള ഭാഗം തുണിമ വെച്ചിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അയൺ ബോക്സ്. അല്ലാതെ ഇങ്ങനെ തേച്ച് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെച്ചിരുന്നാൽ തന്നെ അതിന്മേൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസ് എത്രയാണോ അതിൻ്റെ പകുതി മതി കേട്ടോ. 1 ഇഞ്ചിലാണ് കട്ട് ചെയ്തെങ്കിൽ 1/2 ഇഞ്ചിൽ ക്ലോത്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുരിദാറിൻ്റെ മീതെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒരുമിച്ച് കാണിക്കാം, കഴുത്ത് വെച്ചിട്ടും. ബാക്കിനൊക്കെ കട്ട് ചെയ്യാതെ എങ്ങനെയാണ് സിമ്പിളായിട്ട് കഴുത്ത് വെക്കുക എന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം വേണം നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പുമേ വെച്ച് കൊടുക്കാനായിട്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ ഇതിൻ്റെ മീതെ സ്ലീവ് വെച്ചിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് വെച്ച് ബാക്കിനേക്കും കൂടി ഉള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ.